ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് സ്റ്റാർസും ക്രിസ്മസ് ട്രീയും ഒപ്പം നല്ല അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷസുമാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഒരു അടിപൊളി താറാവ് റോസ്റ്റ്. കെ വി തോമസ് മാഷും ഷേർലി ചേച്ചിയും ഒപ്പം കൊച്ചുമോളുമാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ താറാവ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചേച്ചിയാണോ മോളാണോ? ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന്. താറാവ് ഞങ്ങളുടെ കുമ്പളങ്ങിക്കാരുടെ പ്രത്യേകത. അതെ, ക്രിസ്മസ് പണ്ട് ഇന്നത്തെ പോലെ ഇറച്ചിക്കറിയൊന്നും എല്ലാ ദിവസവും കിട്ടൂല, പെരുന്നാളിനൊക്കെ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ താറാവും കോഴിയൊക്കെ ഞങ്ങൾ തന്നെ വളർത്തുന്നതാണ്. ക്രിസ്മസ് കറിയാകുമ്പോൾ ഒന്ന് എല്ലാവരും കഴിക്കും, ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കറിയാണ് ഈ താറാവ് റോസ്റ്റ് കുമ്പളങ്ങിക്കാർ. എങ്ങനെയാണ് നമ്മുടെ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ആദ്യം താറാവ് വരും, പിന്നെ ഇതിലെ ഇൻഗ്രീഡിയന്റ് ഏറ്റവും കൂടുതൽ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്. അത് മാക്സിമം ഇത് മുഴുവൻ ഇട്ടും ഞങ്ങൾ. പിന്നത്തത് ഈ ഉണക്കമുളക് അതിൻ്റെ ഇത് അകത്തുള്ള കുരു കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഇതാണ് മസാല, പട്ട, കറിയാമ്പ, ഇലയ്ക്ക് എത്രയും എടുത്തുള്ളൂ. ഇഞ്ചി ഞാൻ കുറച്ചേ ഇടുള്ളൂ. ഇത് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾ, ഉപ്പ്, അതതിൻ്റെ ആവശ്യത്തിന് മിക്സ് ചെയ്യുന്നത്. ഇതിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്താം. ചെമ്മീൻ റോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതെ അതെ, ചെമ്മീൻ ഉലർത്തിയതിന് ശേഷം അതെടുത്ത് കലത്തിലാണല്ലോ ചെയ്യുക, മൺകലത്തിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ചൂട് ചോറും വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് പുരട്ടിയിട്ടാണ് അമ്മ തരുന്നത്. എല്ലാ കൂട്ടും റെഡിയായി, എല്ലാം കൂടെ ഇങ്ങനെയാണ് ഈ റോസ്റ്റ്. എന്നിട്ട് ഇത് 20 മിനിറ്റ്സ് കൊണ്ട് വേകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കും. അതാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. ഇതില് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുകയില്ല, ഉള്ള വെള്ളം ഉണ്ടല്ലോ. അല്ല, ഇതില് വെള്ളവും എല്ലാം പിന്നെ വെള്ളവും വെളിച്ചെണ്ണ ഉണ്ടല്ലോ. ഷെർലി ഇവിടെ വന്നിട്ടാണ് ഇത് പഠിക്കുന്നത്, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് പാചകം ചെയ്യും. മീൻകറി, ഞങ്ങളുടെ ഫേമസ് ആയ തിരുതക്കറി. മാഷ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, തിരുതാന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ എന്താ തിരുത ഇത്രയും ഫേമസ് ആവാൻ കാരണം? മാഷിന്റെ പേരിനൊപ്പം രാഷ്ട്രീയല്ലേ, അപ്പൊ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്നല്ലാതെ സോണിയാഗാന്ധിക്കോ ഇന്ദിരാഗാന്ധിക്കോ തിരുത എല്ലാവരുടെ താല്പര്യം. അവർക്ക് ഇഷ്ടം വെള്ളച്ചെമ്മീനാണ്, നമ്മുടെ കേരളത്തിലെ വെള്ളച്ചെമ്മീൻ. അത് ലീഡറുടെ കാലഘട്ടം മുതൽ അത് കൊടുത്തയക്കാറുണ്ട്. അവിടെ നിന്ന് ലീഡറുകാലത്ത് ഞാനാ കൊണ്ടേ കൊടുക്കുക. പിന്നീട് ഞാൻ MP ആയപ്പോൾ ഞാൻ തന്നെ നേരിട്ട് കൊടുക്കും. അതിലൊരു നാണക്കേടൊന്നും നമുക്ക് തോന്നാറില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്കല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം അതിൻ്റെ അവരത് ആസ്വദിച്ചു, ഞാനും ആസ്വദിച്ചു, അത്രയേ ഉള്ളൂ. ഷേർലി ചേച്ചി ഇതൊക്കെ കേൾക്കാറുണ്ടല്ലോ? കേൾക്കാറുണ്ട്. ഇപ്പൊ എനിക്കും ഇത് യൂസ്ഡ് ആണ്, അത്രേ ഉള്ളൂ. അതെ, ഇവിടെ താറാവ് റോസ്റ്റ് ചെയ്താണ്ട് തുറക്കാൻ റെഡിയായി തോന്നുന്നു. അതെ, വെള്ളം വരുന്ന വിധത്തിലുള്ള സമയാണ്. ശരിയാണ് കേട്ടോ, ആ മണം ഒരു സ്പെഷ്യൽ തന്നെ. അപ്പാപ്പനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, ആർക്കും രാഷ്ട്രീയമില്ല. എന്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും രാഷ്ട്രീയം. ഈ ക്രിസ്മസ് കാലത്ത് രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യാവുന്ന നവകേരള യാത്രയും നവകേരള സദസ്സും ഒക്കെയാണ്. അതിനോട് കെ വി തോമസ് മാഷിന്റെ അഭിപ്രായം? നവകേരള യാത്ര എന്തിനാ എതിർക്കുന്നത്? നവകേരള യാത്ര ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യാത്ര മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി നടക്കുന്നു. ഇപ്പൊ മറ്റു പല സംസ്ഥാനങ്ങളുടെ ഫോളോ അപ്പ് ചെയ്യാൻ ദൂരത്താണെന്ന് അഭിപ്രായം ഉണ്ടോ? എങ്ങനെ ദൂരത്താകണത്? ഒരു ഗവൺമെന്റ് ചെലവ് ദൂരത്താണോ? അപ്പൊ പ്രതിപക്ഷത്തിന്റെ ചെലവ് ദൂരത്താണോ? പ്രതിപക്ഷത്തെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്ന ചുമ്മയാ, എവിടെ നിങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ദൂരത്തിന്റെ പ്രശ്നമുണ്ട്. ഭരണത്തിൽ വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാവും ചെലവുണ്ട്. മിനിമം ചെലവ് ചെയ്തു പോകുന്നൊരു ഗവൺമെന്റ്. ഇന്ന് തമിഴ്നാട് ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പോവാ. കേരളം പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായിട്ടുണ്ട്. ഇതും നവകേരള യാത്ര അതുപോലെ മാതൃക.
കറിയായെന്ന് തോന്നല്ലോ അതിന്റെ ഇടയിൽ. ശരിയായി. ടേസ്റ്റ് ഉപ്പെല്ലാം പാകണം. ഓ, ആവശ്യത്തിന് ഉപ്പുണ്ട്, എല്ലാ ആവശ്യത്തിനും. പെട്ടെന്ന് വേഗം താറാവ് വെച്ച് ഇതേ അധികം ഇതായിട്ടുള്ളതല്ല. നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല അടിപൊളി താറാവ് റോസ്റ്റ് ആയിരുന്നു. ഇത് കണ്ട ആളുകൾക്കും വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷുമാണ്. ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നല്ല താറാവായിരിക്കണമെന്ന് അതേ ഉള്ളൂ. അതിന് കുമ്പളങ്ങി കുട്ടനാടൊക്കെ എത്തേണ്ടി വരും. ബോയിലർ അല്ല, അല്ല, നമ്മുടെ നാട്ടിൽ വളർത്തുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2024 പോവില്ലേ, അതൊന്നും രുചികരമാകട്ടെ. അതെ, ഒരുപാട് സന്തോഷം. ഹാപ്പി ക്രിസ്മസ്.